പാലക്കാട് ചിറ്റൂരിൽ കാണാതായ 6 വയസ്സുകാരൻ സുഹാനായി തിരച്ചിൽ ഊർജിതം. ചിറ്റൂർ കറുകമണി എരുമങ്കോട് നിന്ന് ഇന്നലെ 11 മണിയോടെയാണ് കുട്ടിയെ കാണാതായത്. സമീപത്തുള്ള കുളത്തിൽ പരിശോധന പുരോഗമിക്കുന്നു. ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയെന്നൊരു വാർത്ത കൂടി ലഭിക്കുന്നുണ്ട്. സച്ചിൻ സംഭവ സ്ഥലത്ത് എത്തിയോ, കുട്ടിയെ കണ്ടെത്തിയോ, എന്താണ് അവിടെ നിന്നുള്ള ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ്? അവന്തിക, തീർച്ചയായും ഇതാ സമീപത്തെ കുളത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സമീപത്തെ കുളത്തിലാണിപ്പോൾ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കുട്ടിയുടെ വീടിന് മീറ്ററുകൾക്കകലെയുള്ള ഒരു കുളത്തിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് അതുതന്നെയാണ്. അതായത് രാവിലെ മുതൽ ഫയർഫോഴ്സിൻ്റെയും അതേപോലെ തന്നെ ചിറ്റൂർ പോലീസിൻ്റെയും നേതൃത്വത്തിൽ വ്യാപകമായ തിരച്ചിൽ ഈ പ്രദേശത്ത് നടത്തിയിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തൊട്ടടുത്തുള്ള, അതായത് കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുളത്തിലാണ് ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ അതാണ് കാണുന്നത്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കുളത്തിൽ പൊങ്ങിയ നിലയിലാണ്. ഇന്നലെ മുതലാണ് സമാനമായ രീതിയിൽ വലിയ തിരച്ചിൽ. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ സമീപത്തെ കുളത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് കുട്ടി ഇന്നലെ എത്തിയതായിരുന്നു. എന്നാൽ ഡോഗ് സ്ക്വാഡ് അടക്കം ഇന്നലെ വ്യാപകമായ രീതിയിൽ കുട്ടിയുടെ വീട്ടിന് തൊട്ട് പിന്നിലുള്ള കുളത്തിൽ, അതായത് ചെന്താമരക്കുളത്തിൽ അടക്കം പരിശോധന നടത്തിയിരുന്നു. എന്നാൽ കുട്ടിയുടെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. ഇപ്പോൾ അതായത് ഈ പ്രദേശത്ത് തന്നെയുള്ള തൊട്ടടുത്ത ഒരു കുളത്തിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടി ധരിച്ചിരുന്ന ഡ്രസ്സ് തന്നെയാണ് ഇപ്പോൾ മൃതദേഹത്തിലും ഉള്ളത്. കറുത്ത ട്രൗസറും അതേപോലെ തന്നെ വെളുത്ത ടീഷർട്ടുമാണ് കുട്ടി ധരിച്ചിരുന്നത് എന്ന് ഇന്നലെ ബന്ധുക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഈ പ്രദേശത്ത് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. കുട്ടിയുടെ മൃതദേഹം തന്നെയാണല്ലേ? അതെ അതെ, ഇട്ട ഡ്രസ്സും അത് തന്നെയാണത്. അത് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇത്രയും ദൂരം വരില്ല എന്നുള്ളത് ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ 2 കുളങ്ങൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ മുതൽ എല്ലാ ക്വാർട്ടേഴ്സുകളും എല്ലാം പോലീസും ഫയർഫോഴ്സ് സംഘങ്ങളും നാട്ടുകാരും ഒക്കെ തെരച്ചിൽ നടത്തിയെങ്കിലും ഇവിടെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഇത് വളരെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് അകലെയായിട്ടുള്ള ഒരു കുളമാണ്. പക്ഷേ എന്തായാലും ഇങ്ങനൊരു നിർഭാഗ്യകരമായ ഒരു വിവരമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. ഏതെങ്കിലും വീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് വളരെ ഒരു സങ്കടകരമായ പരിസമാപ്തിയായിപ്പോയി. എന്തായാലും ആളുകൾ ഇന്നലെ രാത്രി മുഴുവൻ ഈ കുട്ടിയുടെ ജീവനോടെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കാണാൻ കഴിയുന്നത്. കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കുളമാണ്. അതെ അതെ, ഇവിടെ എല്ലാവരും കുളിക്കുന്ന കുളമാണ്. എല്ലാവരും എപ്പോഴും സജീവമായി ഉണ്ടാവുന്നതാണ്. ഈ ഭാഗത്തൊക്കെ ആളുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെയാണ്. തീർച്ചയായും അവന്തിക, ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം എടുക്കാൻ വേണ്ടി കരക്ക് കയറ്റാൻ വേണ്ടി ഇപ്പോൾ പോവുകയാണ്. ചിറ്റൂർ പോലീസിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ രാവിലെ ഓടുകൂടെ വ്യാപകമായി അന്വേഷണം ആരംഭിച്ചിരുന്നത്. എന്നാൽ കുട്ടിയുടെ വീടിന് പുറകിലുള്ള കുളങ്ങൾ, അതായത് താമരക്കുളങ്ങളിലെല്ലാം വ്യാപകമായ തിരച്ചിൽ ഇന്നലെ ആരംഭിച്ചിരുന്നു. എന്നാൽ ഒന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം, അതായത് വീടിൻ്റെ 1 കിലോമീറ്ററോളം വ്യത്യാസത്തിൽ വരുന്ന മറ്റൊരു കുളത്തിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടി ധരിച്ചിരുന്ന ഡ്രസ്സ് തന്നെയാണ്, വെള്ള ടീഷർട്ടും അതേപോലെ തന്നെ കറുത്ത ട്രൗസറുമാണ് നിലവിൽ കുട്ടി ധരിച്ചിരുന്നത് എന്ന് ബന്ധുക്കൾ വ്യക്തമാക്കിയിരുന്നു. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അല്പം മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. ഈ കുളത്തിൽ നിലവിൽ കുളിക്കാനൊക്കെ ആളുകൾ വരാറുണ്ട് എന്ന് തന്നെയാണ് വാർഡ് മെമ്പറും വ്യക്തമാക്കിയിട്ടുള്ളത്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതീവ ദുഃഖകരമായ ഒരു സ്ഥിതി തന്നെയാണ്. കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നാട്ടുകാരും അതേപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ മൃതദേഹം ഈ സമീപത്തെ കുളത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം പൊന്തിയ നിലയിലായിരുന്നു. നാട്ടുകാരും പോലീസും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്.